ഹായ് ഹലോ നമസ്കാരം വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേക്ക് ரோட்டுக்கடை முட்டை தோசை பண்ணலாமா? മുട്ട ദോശ. എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം വെറുതെ ദോശയിൽ മുട്ട ഒഴിച്ച് കഴിഞ്ഞാൽ മുട്ട ദോശയായി എന്നുള്ളതാണ്. അല്ല, റോട്ട് കടയിൽ കിട്ടുന്ന ആ തട്ടുകടയിൽ കിട്ടുന്ന മുട്ട ദോശയ്ക്ക് എന്താണ് ഇത്ര പ്രത്യേകത? ഇതാണ് പ്രത്യേകത. ഒരു ചോപ്പറിൽ അവർ നന്നായിട്ട് ചോപ്പ് ചെയ്യും. ഞാൻ ചോപ്പറിലാണ് എടുത്തിരിക്കുന്നത്. ഒരു എന്താണ് പറയുക, വലിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് പുതിന ഇല, അതേമാതിരി തന്നെ കരുവേപ്പില. ഇതെല്ലാം കൂടി വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര ചെറുതായിട്ട് ചോപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും ചെറുതായിട്ടുള്ള രീതിയിൽ ചോപ്പ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ ചോപ്പറാണ്. അപ്പോൾ എല്ലാ പരിപാടിയും ഇതൊരൊറ്റ ഒന്നിൽ കഴിയും. അതുകൊണ്ടാണ് ചോപ്പർ യൂസ് ചെയ്യണത്. ഇനി നമുക്ക് ആവശ്യമുള്ള മുട്ട എടുക്കുക. നല്ലോണം മുട്ട ദോശയ്ക്ക് നല്ലോണം മുട്ട വേണം, എന്നാൽ മാത്രമേ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാനിവിടെ എല്ലാവർക്കും കൂടിയിട്ട് മുട്ട എടുത്തിട്ടുണ്ട്. എല്ലാം ഇട്ടിട്ട് ആ ചോപ്പറിൽ തന്നെ ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി വേണ്ടത് നമുക്ക് മസാലപ്പൊടികളാണ്. കുറച്ച് എല്ലാം ഇട്ട് കൊടുക്കാട്ടുള്ളൂ. അപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേമാതിരി തന്നെ ഉപ്പ്, ചതച്ച മുളകില്ലേ അത്, അതേമാതിരി തന്നെ ചിക്കൻ മസാല, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വീണ്ടും അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മസാല കൂട്ട് റെഡി ആയിരിക്കും. ഇത് സാധാരണ പോലെ ഓംലെറ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാട്ടുള്ളൂ. നോ പ്രോബ്ലം. മുട്ടദോശ തന്നെ ഉണ്ടാക്കണം എന്നൊന്നുമില്ല. ഇങ്ങനത്തെ ടേസ്റ്റ് സൂപ്പറായിരിക്കും. ഇതിനെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. നല്ല പോലെ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ടുള്ള ആ മസാല കൂട്ടോട് കൂടിയിട്ടുള്ള മുട്ട റെഡി ആയിരിക്കുകയാണ്. അതിനെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയിട്ട് കയ്യിലിട്ട് വെച്ചോളൂ. ഇനി നമുക്ക് ദോശ പാനിൽ ദോശ മാവ് ഒഴിക്കുക. നല്ലോണം ഒരു 2 കൈയിലോളം ഒഴിച്ചോളൂ. എന്താ വെച്ചാൽ മുട്ട ദോശ എന്ന് പറയുന്നത് വലിയ ദോശയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പോലെ വലുത്താക്കിയിട്ട് അങ്ങോട്ട് ദോശ അങ്ങോട്ട് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ വലുത്താക്കി ദോശ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തോളൂ, പക്ഷേ എപ്പോഴും നല്ലെണ്ണയാണ് ആ ടേസ്റ്റ് കൂടുക. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലെടുത്തിട്ട് മുട്ട നമ്മളാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇതേപോലെ നമ്മൾ എങ്ങനെയാണോ ദോശ ഒഴിച്ചത്, ദോശയ്ക്ക് പരത്തിയത്, അതേപോലെ തന്നെ 2 കയ്യിലിട്ടിട്ട് നല്ലപോലെ ദോശയുടെ മുകളിലേക്ക് എടുത്ത് എല്ലാ ഭാഗത്തേക്കും ആവുന്ന പോലെ തന്നെ ആ മുട്ട ഒന്ന് പരത്തി കൊടുക്കുക. ഇതാണ് ആ റോട്ട് കടയിൽ കിട്ടുന്ന മുട്ട ദോശയ്ക്ക് ഇത്രയധികം സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള രീതിയിലുള്ള ടേസ്റ്റ് നമുക്ക് എന്തുകൊണ്ടാണ് കിട്ടണമെന്ന് വെച്ചാൽ ഇതാണ് അതിൻ്റെ ആ ഒരു ഫീലിംഗ്. ഇനി ഇതിൻ്റെ മുകളിൽ എന്താ ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ ലേശം ഗരം മസാല പൊടി, പിന്നെ ലേശം കുരുമുളക് പൊടി. വേണമെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം, പക്ഷേ നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഇത് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും ലാസ്റ്റ് തൂവി കൊടുക്കാൻ മറക്കരുത്. അതാണ് അതിൻ്റെ ആ സ്മെല്ല് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പതുക്കെ നന്നായിട്ട് ആയിക്കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് ഒരു 2 സെക്കൻഡ് ആയാൽ മതി, കൂടുതലാവേണ്ട കാര്യമില്ല. ഇപ്പുറത്തേക്ക് തിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടിപൊളിയായിട്ടുള്ള റോട്ടുകട മുട്ട ദോശ റെഡിயாக இருக்குங்க. காலங்காத்தால இல்லைன்னா ஒரு டின்னருக்கு சாப்பிட்டு பாருங்கள், சும்மா அருமையாக இருக்கும். சூடான முட்டை தோசை ரெடி.